ഞാനിരിക്കുന്ന എക്സാമിന് നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിക്കും, നിങ്ങളൊരു ടോപ്പറായിട്ട് മാറും എന്നതിന്റെ 3 സൈനുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. സൈനുകൾ ജ്യോതിഷത്തിലാണ്, ജ്യോതിഷമൊന്നുമല്ല സാറ് പറയാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സാറിനെ ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡെയിലി നിങ്ങൾ ഒരു എഫേർട്ട് എടുത്തിട്ട് ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സാമിന്റെ അത്രയും ദിവസത്തിലേക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലാണ്ട് തലേ ദിവസം വന്നിട്ട് ലൈവ് ക്ലാസ്സുകളോ വൺ ഷോട്ട് ക്ലാസ്സുകളോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാനോ ഫുൾ A+ വാങ്ങിക്കാനോ ഫുൾ A1 വാങ്ങിക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അത് ആലോചിച്ചോളൂ. രണ്ടാമത്തെ കാര്യമാണ് റിഗ്രറ്റ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ സൈനാണ് റിഗ്രറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ, അതായത് കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേക്ക് പോകുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ആ സമയത്ത് 2 മണിക്കൂറുണ്ടെങ്കിൽ എനിക്കൊരു ചാപ്റ്റർ തീർക്കാമായിരുന്നു എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സെക്കൻഡ് സൈൻ നിങ്ങൾ ഒരു ടോപ്പർ ആവാൻ പോകുന്നു എന്നുള്ളതിന്. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾ മേജർ ആയിട്ട് അറിയേണ്ട കാര്യം. അതായത് ഇപ്പോൾ കുറേ പേര് ടോപ്പേഴ്സിന്റെ സ്ട്രാറ്റജി കാണാൻ പറ്റും, ടോപ്പേഴ്സിന്റെ അവരുടെ റുട്ടീൻ എന്താ പഠിക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അത് അവർ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. മേക്ക് യുവർ ഓൺ റുട്ടീൻ. നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുക, ആ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അത് വളരെ ട്രൂ ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ സാധനം തോന്നുകയാണെങ്കിൽ, ആ ഒരു സൈൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു വിൽ ബിക്കം ടോപ്പർ. മക്കളെ, അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അല്ലെങ്കിൽ ഐ എം ഗോണ ബിക്കം ടോപ്പർ എന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഇനി കാണാം. ബൈ.